ഏതായാലും ഈ ഞാൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ഗാന ചിത്രീകരണത്തെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കവി എന്ന നിലയിൽ ചന്ദ്രകാന്തത്തിൽ ഞാൻ ഗാന ചിത്രീകരണത്തിന് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നൊന്നും ഞാൻ അങ്ങനെ ഒരുപാട് സമയമൊന്നും ചിത്രീകരണത്തിന് ചിലവാക്കിയിട്ടില്ല. ഒരു നിർമ്മാതാവ് ശ്രീകുമാരൻ തമ്പി നിർമ്മാതാവ് എപ്പോഴും ശ്രീകുമാരൻ സംവിധാനം പുറകോട്ട് വരിക്കും. കാരണം പണം അധികം ചിലവാക്കരുത് എന്ന് പറയും നിർമ്മാതാവ്. അപ്പോൾ അതുകൊണ്ട് 60 ഡ്രസ്സ് മാറുക, 60 പെണ്ണുങ്ങൾ നൃത്തം ചെയ്യുക, അങ്ങനെയുള്ള സിറ്റുവേഷനൊന്നും എൻ്റെ പടങ്ങളുണ്ടാവില്ല. അപ്പോൾ പാട്ടുകളും ആ രീതിയിലായിരിക്കും. തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, സംവിധായകൻ, സംഗീത സംവിധായകൻ എന്നീ എല്ലാ നിലകളിലും പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനൊരു ചോദ്യത്തിന് ഉത്തരം പറയാം. ആ ചോദ്യം സ്ഥിരമായിട്ട് എല്ലാവരും കൊണ്ട് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പണ്ടത്തെ പാട്ടുകൾ നിലനിൽക്കുന്ന പോലെ ഇപ്പോഴത്തെ പാട്ടുകൾ നിലനിൽക്കുന്നില്ല? അല്ല, എൻ്റെ കണ്ടുപിടുത്തം ഒന്ന്, ഞങ്ങൾ അന്ന് കഥാസന്ദർഭത്തിന് പ്രാധാന്യം കൊടുത്തു. കഥയ്ക്ക് അനുയോജ്യമായ പാട്ടുകൾ എഴുതി. അന്ന് കഥയുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കഥാസന്ദർഭത്തിനോ കഥയ്ക്കോ അല്ല പ്രാധാന്യം കൊടുക്കുന്നത്, ചിത്രീകരണത്തിനോ. അപ്പോൾ ചിത്രീകരണമാണ് ആദ്യം മനസ്സിൽ. അപ്പോൾ ആദ്യം ഗാനരചയിതാവിനേക്കാൾ മുമ്പിൽ വരുന്നത് നൃത്ത സംവിധായകനാണ്. അപ്പോൾ സംഗീത സംവിധായകനും നൃത്ത സംവിധായകനും കൂടെ സങ്കല്പിക്കുന്ന ഒരു തലത്തിലേക്ക് ഗാനരചയിതാവ് പോകണം. അപ്പോൾ അന്ന് ഗാനരചയിതാവും സംഗീത സംവിധാനം മേൽശാന്തിമാരായിരുന്നു. ഇന്ന് പാട്ടെഴുത്തുകാരൻ കീശാന്തി, സംഗീത സംവിധാനം മേൽശാന്തിയുമാണ്. അത് ശരിയല്ല. രണ്ടുപേരും ഈക്വലാണ്. ഈക്വലാകുമ്പോഴേ പാട്ട് നന്നാവും. എപ്പോഴും അന്ന് പറയുന്നത് അങ്ങനെ ആളുകൾ പറയുന്നത് ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി ടീമെന്നാണ്. ആദ്യം ആരുടെ പേരാണ്? ഗാനരചയിതാവിൻ്റെ പേരാണ്. ശ്രീകുമാരൻ തമ്പി അർജുനൻ ടീം. ഇതിനു മുമ്പ് പി ഭാസ്കരൻ ബാബുരാജ് ടീം, പി ഭാസ്കരൻ കെ രാഘവൻ ടീം. കെ രാഘവൻ മഹാനായ മനുഷ്യനാണ്. പക്ഷേ കെ രാഘവൻ ഭാസ്കരൻ ടീം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ബാബുരാജ് പി ഭാസ്കരൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പി ഭാസ്കരൻ ബാബുരാജ് ടീം. പിന്നെ വയലാർ ദേവരാജൻ വയലാറെന്ന് പറഞ്ഞു. ആരെങ്കിലും പറയുന്നുണ്ട്? വയലാർ ദേവരാജൻ എന്നല്ലേ പറയുന്നത്? വയലാർ ദേവരാജൻ ടീമിൻ്റെ ഗാനങ്ങളല്ലേ. എന്താ ദേവരാജൻ ടീമിനെ ഇന്ന് ഇങ്ങനൊരു ടീം ഇങ്ങനെ പേരേ പറയുന്നില്ല. സംഗീത സംവിധാനത്തിൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. ചില സിനിമകളുടെ പോസ്റ്ററുകളിലും മറ്റും പാട്ടെഴുതാൻ്റെ പേരേ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ കൂടെ ആയിരിക്കും. സംഗീത സംവിധാനത്തിൻ്റെ പേര് കാണും മേലെ. അപ്പോൾ സംഗീത സംവിധാനം അങ്ങ് വളരെ ഉയർത്തി പോവുകയും പാട്ടെഴുത്തുകാരൻ വളരെ താഴെയും വരികയും ചെയ്തു. ആ പണ്ടത്തെ പാട്ടുകളെ പോലെ ഇന്നത്തെ പാട്ട് നിലനിൽക്കുന്ന കാര്യമാണ്. വേറൊരു കാരണമില്ല. ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്തവയായിരുന്നു ശ്രീകുമാരൻ തമ്പി ചിത്രങ്ങളിലെ കഥാമുഹൂർത്തങ്ങൾ. അതുകൊണ്ട് തന്നെ അവ സാധാരണക്കാരൻ്റെ പ്രതീക്ഷകളോടും സങ്കല്പങ്ങളോടും നിരാശകളോടും ചേർന്ന് നിന്നു. ശ്രീകുമാരൻ തമ്പി സമ്മാനിച്ച അനശ്വര ഗാനങ്ങളെപ്പോലെ ആ ചിത്രങ്ങളും മലയാളികൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. മലയാള സിനിമാ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും അടർത്തി മാറ്റാനാവില്ല ആ ചിത്രങ്ങളെ.